അത് ഞാൻ മെഷർ ചെയ്തിട്ടില്ല. പ്രവർത്തകർക്കിടയിലുള്ള അത് സ്വാഭാവികമാണ്, അത്ര ഉണ്ടാകാമല്ലോ, അത്ര സമ്മിശ്രമായ വികാരമുണ്ടാകാം. പക്ഷേ ഇതിനെല്ലാം പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇതൊക്കെ എത്തിച്ചത്? ഒരു കാര്യം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ ആ പ്രോഡക്റ്റിൻ്റെ പുറമോടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടാണല്ലോ ആൾക്കാർ ബൈ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റിനകത്ത് വിഷമാണെങ്കിൽ ആ വിഷമാണെന്ന് പറയേണ്ടവർ അത് പറയണമായിരുന്നു ആ സമയത്ത്. ആ ഉത്തരവാദിത്തപ്പെട്ട പറയാത്തത് കൊണ്ടാകാം ജനങ്ങൾ ഇത് ഏറ്റെടുത്തത്. ജനങ്ങളിൽ കുറേയേറെ ആൾക്കാർ ആ ഒരു കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട പൊതുബോധത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ചില ആൾക്കാർ മധുരമായി സംസാരിക്കും. ബൈബിളിൽ സങ്കീർത്തനത്തിൽ 55:21 ഒരു വാക്യമുണ്ട്. അതിൽ പറയുന്നത് അവൻ്റെ വാക്കുകൾ വെണ്ണ പോലെ മൃദുവായിരുന്നു, എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ വൈരം ഒളിപ്പിച്ചിരുന്നു. അവൻ്റെ വാക്കുകൾ എണ്ണ പോലെ സുതാര്യമായിരുന്നു, എന്നാൽ അവൻ്റെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച വാള് മുറിപ്പെടുത്തുന്നതായിരുന്നു എന്ന് ബൈബിൾ സങ്കീർത്തനം 55:21 പറയുന്ന പോലെയാണ് പല സംഭവവികാസങ്ങളും. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ക്രൈറ്റീരിയ വ്യാജ നിർമ്മിതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ഫാൾസ് നറേറ്റീവ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ നറേറ്റീവ് ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തോടു കൂടി കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനും പൊതുവെയും ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്ന ഇത്തരം നറേറ്റീവ്സിനെ, ഇത്തരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധത്തെ കണ്ടെത്തണം, അത് ഡിഫ്യൂസ് ചെയ്യണം. അതിൽ മുളയിൽ നുള്ളിയില്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയം തന്നെ മലീമസമായി പോകും. സമ്മർദ്ദങ്ങൾക്ക് മാത്രം ഹീനമായ ക്യാമ്പയിൻ നടന്നു. സമ്മർദ്ദങ്ങൾ ഉണ്ടായോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ചില പാർട്ടികൾ തന്നെ പഞ്ചായത്ത് മെമ്പർ ആരായിരിക്കണം അത് ഞങ്ങളുടെ നേതാവ് തീരുമാനിക്കും. ബ്ലോക്ക് മെമ്പറോ നേതാവ്, MLA നേതാവ്, വകുപ്പോ നേതാവ്, മന്ത്രിയോ നേതാവ്, അങ്ങനെ പറയുന്ന പാർട്ടികൾ പോലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പറയാൻ അവകാശമില്ലെന്ന് പറഞ്ഞ കാലമല്ലേ കേരളത്തിൽ? അത് ഏതെങ്കിലും കാലത്ത് ഗാലപ്പോളിലൂടെ സ്വന്തം നേതാവിനെ തീരുമാനിച്ച ഒരു കാലം കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ആർക്കും എതിരെ വിലം ചൂണ്ടുന്നില്ല. ഇവിടെ പൊതുസമൂഹം കേൾക്കുന്ന വർത്തമാനത്തെ നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല. അത് ആരോപണം ഉന്നയിക്കുന്നവരാണ് തെളിയിക്കേണ്ടത്. ദേ ഹാവ് റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് വാട്ട് ദേ സെഡ്. ഈ സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഘടകകക്ഷികൾ ഇങ്ങനെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്താറില്ല. അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എന്ത് മാനദണ്ഡമാണ്, എന്ത് മാർഗമാണ്, അല്ലെങ്കിൽ ഏത് കാരണമാണ് ഈ തീരുമാനത്തെ സ്വാധീനിച്ചത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു.